പാക് അധീന കാശ്മീർ പിടിക്കാനുള്ള നീക്കം ഇന്ത്യ സജീവമാക്കിയെന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നുവെങ്കിൽ മറ്റൊരു നിർണായകമായ വിവരമാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. പാകിസ്ഥാനിലേക്ക് അഫ്ഗാനിസ്ഥാന്റെ സൈന്യം, താലിബാൻ സൈന്യം കടന്നുകയറുകയാണ്. പാകിസ്ഥാന്റെ പല അതിർത്തി ഗ്രാമങ്ങളും താലിബാൻ സേന പിടിച്ചെടുത്തു കഴിഞ്ഞിരിക്കുന്നു. താലിബാന്റെ വമ്പൻ സൈനിക മുന്നേറ്റം പാകിസ്ഥാനിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതേസമയം പാകിസ്ഥാനാകട്ടെ അഫ്ഗാനിസ്ഥാന്റെ ഭാഗമായ വഖാൻ കോറിഡോർ, വഖാൻ ഇടനാഴി പിടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്ന ചില സൂചനകളും പുറത്തു വരുന്നു. പാകിസ്ഥാനിലെ ചില മാധ്യമങ്ങൾ തന്നെയാണ് ഈ വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവിട്ടത്. അഫ്ഗാനിസ്ഥാന്റെ അതിർത്തി പ്രദേശമായ ഏറ്റവും തന്ത്രപ്രധാനമായ മേഖലയായ താജിക്കിസ്ഥാനും ചൈനയും ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഒരു മേഖലയാണ് വഖാൻ ഇടനാഴി. ആ വഖാൻ ഇടനാഴി പാകിസ്ഥാനെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ്. ആ വഖാൻ ഇടനാഴിയുടെ ചില പ്രദേശങ്ങളിൽ വളരെ ഇടുങ്ങിയതാണ്. 20 കിലോമീറ്റർ മാത്രമാണ് അതിൻ്റെ വിസ്തൃതി. ചില സ്ഥലങ്ങളിൽ ആ മേഖലകളിൽ ആക്രമണം നടത്തുകയും അവിടെയുള്ള അഫ്ഗാൻ സൈന്യത്തെ തകർത്തുകൊണ്ട് ആ പ്രദേശത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയുമാണ് പാകിസ്ഥാൻ സേനയുടെ ഇപ്പോഴുള്ള ലക്ഷ്യം. ഇതിലൂടെ പാകിസ്ഥാൻ സേന ലക്ഷ്യമിടുന്നത് 2-3 കാര്യങ്ങളാണ്. പാക് അധീന കാശ്മീരിനെ പൂർണ്ണമായും സംരക്ഷിക്കണം. പാക് അധീന കാശ്മീർ ഒരിക്കലും ഇന്ത്യയുടെ ഭാഗമാകരുത്. ഏതെങ്കിലും ഒരു തരത്തിലുള്ള സൈനിക നടപടി ഇന്ത്യ പാക് അധീന കാശ്മീരിലേക്ക് നടത്തിയാൽ അതിനെ പ്രതിരോധിക്കാൻ ഈ വഖാൻ ഇടനാഴിയിലെ പാകിസ്ഥാൻ സേനയുടെ സാന്നിധ്യം അവരെ സഹായിക്കും. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, താജിക്കിസ്ഥാനുമായി നേരിട്ടുള്ള ബന്ധമുണ്ടാകും. താജിക്കിസ്ഥാനുമായി നേരിട്ട് അതിർത്തി പങ്കിടേണ്ട ഒരു സാഹചര്യമുണ്ടാകും. താജിക്കിസ്ഥാനിലേക്ക് നേരിട്ട് പ്രവേശനത്തിനുള്ള സ്വാതന്ത്ര്യം ലഭിക്കും. ഇത് രണ്ടാമത്തെ ഒരു ലക്ഷ്യമാണ്. ഈ ലക്ഷ്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് വഖാൻ കോറിഡോർ, വഖാൻ ഇടനാഴി പിടിച്ചെടുക്കാനുള്ള നീക്കം പാകിസ്ഥാൻ സൈന്യം നടത്തുന്നത് എന്ന് പാകിസ്ഥാനിലെ തന്നെ മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് അഫ്ഗാനിസ്ഥാനിലെ ചില പ്രദേശങ്ങളിലേക്ക് പാകിസ്ഥാന്റെ വ്യോമസേന ദിവസങ്ങൾക്ക് മുൻപ് ബോംബാക്രമണം നടത്തിയത്. ആ ബോംബാക്രമണത്തിൽ കാര്യമായ നാശനഷ്ടങ്ങൾ അഫ്ഗാനിസ്ഥാനിലെ ചില പ്രദേശങ്ങളിലുണ്ടായി. പ്രത്യേകിച്ച് താലിബാൻ അനുകൂലമായ ചില സംഘടനകളുടെ കേന്ദ്രങ്ങളിലെ ലക്ഷ്യമിട്ടായിരുന്നു പാകിസ്ഥാന്റെ വ്യോമാക്രമണം. അതിലൂടെ പാകിസ്ഥാൻ ലക്ഷ്യമിട്ടത് അഫ്ഗാനിസ്ഥാനുമായുള്ള താലിബാനുമായുള്ള ബന്ധം കൂടുതൽ വഷളാക്കുക. അങ്ങനെ സാഹചര്യങ്ങളെ, അങ്ങനെ ഒരു പ്രശ്നം, അതിർത്തികളിൽ ഒരു സംഘർഷ സാധ്യത ഉടലെടുക്കുമ്പോൾ പാക് സൈന്യം ഈ വഖാൻ കോറിഡോറിലേക്ക് എത്തുകയും വഖാൻ ഇടനാഴിയിൽ തങ്ങളുടെ നിയന്ത്രണം സ്ഥാപിക്കുകയും ചെയ്യും. അതിന് പിന്നാലെ പാക് അധീന കാശ്മീരിലേക്ക് അവർക്ക് കൂടുതൽ സ്വാതന്ത്ര്യമുണ്ടാകും, കൂടുതൽ നിയന്ത്രണമുണ്ടാകും. ഒരിക്കലും ഇന്ത്യയുടെ ഒരു ശ്രദ്ധ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു പിടിമുറുക്കൽ പാക് അധീന കാശ്മീരിലേക്ക് ഉണ്ടാകരുത് എന്ന ലക്ഷ്യമാണുള്ളത്. എന്നാൽ പാകിസ്ഥാന്റെ ഈ അതിമോഹത്തിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടായത്. അഫ്ഗാനിസ്ഥാനിലേക്ക് പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണത്തിന് പിന്നാലെ താലിബാൻ സടകുടഞ്ഞെണീറ്റു. താലിബാന്റെ വമ്പൻ സൈന്യം പാകിസ്ഥാന് നേരെ തിരിഞ്ഞു. പാകിസ്ഥാന്റെ അതിർത്തികളിൽ നിരവധി ഗ്രാമങ്ങൾ അല്ലെങ്കിൽ തന്നെ ഭരിക്കുന്നത് താലിബാനാണ്. ഇപ്പോൾ ഇതാ താലിബാൻ അതിർത്തി കടന്ന് പാകിസ്ഥാനുള്ളിലേക്ക് കടന്നിരിക്കുന്നു. താലിബാൻ സേന പെഷവാറിലേക്ക് നീങ്ങുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. റാവൽപിണ്ടിക്ക് സമീപത്തും താലിബാന്റെ സൈന്യം എത്തി എന്ന വിവരങ്ങളാണ് ചില മാധ്യമങ്ങൾ നൽകുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം താലിബാന്റെ പ്രധാനപ്പെട്ട നേതാവ് പറഞ്ഞത് 1971 നാണം കെട്ട ഇന്ത്യക്ക് മുന്നിലുള്ള തോൽവി നിങ്ങൾ ഓർക്കണം. ആധുനിക ചരിത്രത്തിൽ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം കണ്ട ഏറ്റവും നാണം കെട്ട തോൽവിയായിരുന്നു പാകിസ്ഥാന് 1971 ഇന്ത്യക്ക് മുന്നിൽ നേരിടേണ്ടി വന്നത്. പാകിസ്ഥാൻ സൈന്യം ഇന്ത്യൻ സേനയ്ക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പിന്തിരിഞ്ഞോടി. കിലോമീറ്ററുകൾ ഇന്ത്യക്ക് വേണമെങ്കിൽ പിടിച്ചെടുക്കാമായിരുന്നു. എന്നാൽ ഇന്ത്യ അന്ന് പാകിസ്ഥാനോട് കാണിച്ചത് ഒരു കരുണ മാത്രമാണ്. തോറ്റ് ജീവന് വേണ്ടി കേണപേക്ഷിക്കുന്ന ഒരു എതിരാളിക്ക് നൽകുന്ന ഒരു സൗജന്യം അന്ന് ഇന്ത്യ പാകിസ്ഥാന് നൽകി. ആ സൗജന്യമില്ലായിരുന്നുവെങ്കിൽ പാകിസ്ഥാൻ ഇങ്ങനെ ഞെളിഞ്ഞു നിൽക്കില്ലായിരുന്നു എന്നാണ് ഇപ്പോൾ താലിബാൻ നേതാവ് പാകിസ്ഥാനോട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇന്ത്യക്ക് മുന്നിൽ നാണം കെട്ട് തോറ്റ ചരിത്രം ഓർമ്മിപ്പിക്കുന്നു പാകിസ്ഥാനെ താലിബാൻ. അതിൻ്റെ അർത്ഥം ആ കാലഘട്ടം ഇന്നും സംജാതമാകാനുള്ള സാഹചര്യമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണിത്. പാകിസ്ഥാനെ
ഇന്ത്യയുടെ ശക്തി കാണിച്ച് ഭയപ്പെടുത്തുകയാണ് താലിബാൻ. പാകിസ്ഥാൻ ഇന്ത്യക്ക് മുന്നിൽ ഒരിക്കൽ കൂടി തോൽക്കരുത്, തോറ്റ് നാണം കെടരുത്, അത്തരമൊരു സാഹചര്യം ഉണ്ടാക്കരുത് എന്ന് മുന്നറിയിപ്പ് നൽകുകയാണ് താലിബാൻ. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. പാകിസ്ഥാൻ സ്വയം ചോദിച്ചു വാങ്ങിയ തിരിച്ചടിയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ താലിബാനും പാകിസ്ഥാനും തമ്മിൽ അത്രത്തോളം നല്ല ബന്ധമായിരുന്നില്ല. എന്നാൽ വെറുതെ കയറി അഫ്ഗാനിസ്ഥാനെ ചൊറിഞ്ഞ് തിരിച്ചടി വാങ്ങിയിരിക്കുന്നു, ചോദിച്ചു വാങ്ങിയിരിക്കുന്നു. താലിബാനാകട്ടെ കിട്ടിയ അവസരം മുതലെടുത്ത് പാകിസ്ഥാനിലേക്ക് ഇരമ്പി കയറുകയാണ്. ആരാണ് ഇതിന് പിന്നിൽ? താലിബാന്റെ ഈ നീക്കത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലുമൊക്കെ ഇടപെടലുകളുണ്ടോ? പാകിസ്ഥാൻ ഇപ്പോഴും ഭയപ്പെടുന്നതാണ്. ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗം, ഇന്ത്യയുടെ ആ റോയുടെ കൈകൾ ഈ ഇടപെടലിന് പിന്നിലുണ്ടോ? നരേന്ദ്രമോദിയുടെ രഹസ്യാന്വേഷണ സംഘത്തിൻ്റെ ഇടപെടൽ ഈ ആക്രമണത്തിന് പിന്നിലുണ്ടോ? സംശയിക്കുകയാണ് പാകിസ്ഥാൻ. നമുക്കറിയാം, ഇന്ത്യയുടെ ചുറ്റുമുള്ള അയൽ രാജ്യങ്ങളിൽ വളരെ കുറച്ച് പേർ മാത്രമാണ് ഇന്ത്യയുടെ സൗഹാർദ്ദപരമായ സമീപനമുള്ളത്. പ്രത്യേകിച്ച് നേപ്പാൾ പോലെയുള്ള രാജ്യങ്ങൾ, നേപ്പാൾ, ഭൂട്ടാനൊക്കെ. മറ്റു രാജ്യങ്ങൾ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ബംഗ്ലാദേശ്, പാകിസ്ഥാൻ. ആ ബംഗ്ലാദേശും പാകിസ്ഥാനും ഇന്ത്യയോട് വലിയ ശത്രുതയാണ് പല ഘട്ടങ്ങളിൽ കാണിക്കുന്നത്. അതിൽ ബംഗ്ലാദേശ് ഇപ്പോൾ അടുത്തിടെ അവിടുത്തെ ഹിന്ദുക്കൾക്ക് നേരെ, ബുദ്ധമതക്കാർക്ക് നേരെ നടത്തിയ വംശഹത്യയുടെ പേരിൽ ഇന്ത്യയുമായി വലിയ കലഹത്തിന് ശ്രമിച്ചു. ഇന്ത്യയിൽ രാഷ്ട്രീയ കലാപമുണ്ടാക്കാൻ, ഇന്ത്യയിൽ ജിഹാദ് നടത്താനുള്ള ആഹ്വാനമാണ് ബംഗ്ലാദേശിലെ മത നേതാക്കന്മാർ നടത്തിയത്. അങ്ങനെ ജിഹാദ് നടത്തി ഇന്ത്യയിലെ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടത്തെ അട്ടിമറിക്കുകയും ഇന്ത്യയിൽ മതഭരണം കൊണ്ടുവരികയും ചെയ്യണമെന്ന ആഹ്വാനമാണ് അവിടെ മത നേതാക്കന്മാർ നടത്തിയത്. ഇസ്കോണിൻ്റെ സന്യാസിമാരെ പിടികൂടി ജയിലിലടച്ചു. ഇന്ത്യയിലേക്കുള്ള ഹൈന്ദവ സന്യാസിമാരുടെ പ്രവേശനത്തെ തടഞ്ഞു. അങ്ങനെ ശക്തമായ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനമാണ് കഴിഞ്ഞ കാലങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ബംഗ്ലാദേശിൽ കാണുന്നത്. എന്നിട്ടും ഇന്ത്യ താക്കീത് മാത്രമാണ് അവിടെ നൽകിയത്. പിന്നാലെ വലിയ പട്ടിണി ഉണ്ടായി. അതിനുശേഷം ഇന്ത്യയോട് അരി ചോദിച്ചു. ഇന്ത്യ 50,000 ടൺ അരി നൽകിയും സഹായിച്ചു. അതിനിടയിൽ ഒരു വലിയ മാറ്റം അവിടെ ഉണ്ടായി. മ്യാൻമാറിൽ മാത്രം മ്യാൻമാറിൽ മാത്രം പ്രവർത്തിച്ചിരുന്ന അരാക്കൻ ആർമി എന്ന ഒരു സായുധ സംഘം അവർ ബംഗ്ലാദേശിലേക്ക് അങ്ങ് ഇരമ്പിക്കയറി. ബംഗ്ലാദേശിൻ്റെ നിരവധി ഗ്രാമങ്ങൾ പിടിച്ചെടുത്തു. ഒടുവിൽ ആ അരാക്കൻ ആർമിയുടെ മുന്നേറ്റത്തിന് പിന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പിന്തിരിഞ്ഞോടുന്ന ബംഗ്ലാദേശ് സൈന്യത്തിൻ്റെ ദൃശ്യങ്ങൾ പോലും പുറത്തു വന്നു. ആരാണ് അരാക്കൻ ആർമിക്ക് പിന്നിൽ? ബംഗ്ലാദേശ് പോലെ ഒരു രാജ്യത്തിൻ്റെ സായുധ സൈന്യത്തെ ഭയപ്പെടുത്തി ഓടിക്കാൻ തക്ക പവർ അരാക്കൻ ആർമിക്ക് നൽകിയത് ആരാണ്? അവിടെയും സംശയങ്ങൾ നീണ്ടത് ഇന്ത്യയിലെ രഹസ്യാന്വേഷണ സംഘടനകളിലേക്കാണ്. അജിത് ഡോവൽ എന്ന ബുദ്ധി രാക്ഷസനിലേക്കാണ്. റോ എന്ന ലോകത്തെ പോലും വിറപ്പിക്കുന്ന ആ രഹസ്യാന്വേഷണ സംഘടനയിലേക്കാണ്. അതിന് പിന്നാലെയാണിപ്പോൾ പാകിസ്ഥാനിലെ ആഭ്യന്തര സാഹചര്യങ്ങൾ അനുദിനം വഷളാകുന്നതും പാകിസ്ഥാനെ ആക്രമിച്ച് പിടിച്ചെടുക്കാനുള്ള നീക്കം താലിബാൻ നടത്തുന്നതും. പാകിസ്ഥാൻ്റെ ഈ യുദ്ധക്കൊതി, പാകിസ്ഥാൻ്റെ ഈ തീവ്രവാദ നിലപാടാണ് ഒടുവിൽ ആ രാജ്യത്തിൻ്റെ നാശത്തിലേക്ക് തന്നെ വഴിതെളിച്ചിരിക്കുന്നത്. അതായത് വഖാൻ ഇടനാഴി പിടിച്ചെടുത്തുകൊണ്ട് ഇന്ത്യയുടെ ഭാഗമായ എന്നാൽ അനധികൃതമായി പാകിസ്ഥാൻ കൈവശം വച്ചിരിക്കുന്ന പാക് അധീന കാശ്മീർ POK സംരക്ഷിക്കുക. POKയിലേക്ക് ഇന്ത്യയുടെ ഒരു നീക്കവും നടക്കരുത്, അതിന് തടയിടുക. അതിന് വഖാൻ ഇടനാഴി തങ്ങളുടെ കൈവശം വേണം. അഫ്ഗാനിസ്ഥാൻ്റെ പ്രദേശമായ വഖാനിലേക്ക് ഒരു കടന്നുകയറ്റം നടത്തി അവിടെയുള്ള അഫ്ഗാൻ സൈന്യത്തെ വധിച്ച് അവിടെ തങ്ങളുടെ സൈനിക പോസ്റ്റ് സ്ഥാപിക്കുക എന്നതായിരുന്നു പാകിസ്ഥാൻ്റെ ലക്ഷ്യം. അതിനൊപ്പം താജിക്കിസ്ഥാനുമായി ഒരു ഉടമ്പടിയിലെത്തുക, താജിക്കിസ്ഥാനെ ഒപ്പം നിർത്തിക്കൊണ്ട് അഫ്ഗാനിസ്ഥാനെ ഒറ്റുക, ഇതായിരുന്നു പാകിസ്ഥാന്റെ ഉള്ളിലിരിപ്പ്. എന്നാൽ ആ അത്യാഗ്രഹത്തിന് ശക്തമായ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. പാകിസ്ഥാനെ അടപടലം പൂട്ടാനൊരുങ്ങുകയാണ് താലിബാൻ. അതിനിടയിൽ ഒരു കാര്യം കൂടി പാകിസ്ഥാനെ ഓർമ്മിപ്പിക്കുന്നു. 1971 ഇന്ത്യക്ക് മുന്നിലുള്ള നാണം കെട്ട തോൽവി ഓർക്കുക. ചരിത്രത്തെ ഒന്നുകൂടി പരിശോധിക്കുക. ഇനിയും നിങ്ങൾ പ്രകോപനം തുടരുകയാണെങ്കിൽ അതിനേക്കാൾ വലിയ നാണക്കേടായിരിക്കും ഇനി നേരിടേണ്ടി വരുന്നത്. ഇത്തരത്തിൽ താലിബാനെ പോലൊരു സംഘടന ആർജവത്തോടു കൂടി പറയുമ്പോൾ അതിന് പിന്നിൽ ആരൊക്കെയോ പിന്തുണയ്ക്കാനുണ്ട് എന്ന സന്ദേശം തന്നെയാണ്.